നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ഷനു ശേഷം തിരുവനന്തപുരത്ത് DMK അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള DMKയുടെ തിരുവനന്തപുരം സമ്മേളനം YMCA ഹാളിൽ നടക്കുകയുണ്ടായി. അതിനെ തുടർന്നുണ്ടായ വാർത്താവിശേഷങ്ങളാണ് ഈ ചിത്രീകരണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഏവർക്കും സ്വാഗതം. സംഘടനയുടെ യോഗം അവിടെയും ചേരേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട MLAക്ക് ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന് സ്വാഗതം പറയുന്നതിനായി ശ്രീ ജോണി മലയത്തെ ആദരവുമായി സ്വാഗതം ചെയ്തു. ബഹുമാന്യനായ MLA ശ്രീ അൻവർ സാർ, ശ്രീ VS മനോജ് കുമാർ, അന്നമനായ എന്നിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ചടങ്ങിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഔദ്യോഗികമായി ഇത്രയും സമയം താമസിച്ചതിന് ഞാൻ ആ ചടങ്ങിലോട്ട് കിടക്കുകയാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് യോഗത്തിൻ്റെ അധ്യക്ഷത പദവിയിൽ അലങ്കരിക്കുന്ന ശ്രീ മനോജ് കുമാറിനാണ്. മനോജ് കുമാറിനെ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു പോകുന്നു. ഈ കാര്യപരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഈ അതിമനോഹരമാക്കുവാൻ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന നിലമ്പൂർ MLA നമ്മുടെ പ്രിയ നേതാവുമായ ശ്രീ PV അൻവർ സാഹിബിനെ ഞാൻ എൻ്റെ ഭാഷയിലും നമ്മുടെ എല്ലാവരുടെയും ഭാഷയിലും ഈ യോഗത്തിലേക്ക് ആഗ്രഹമായി സ്വാഗതം ചെയ്തിരുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പത്തനംതിട്ട അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നജീബിനാണ്. നജീബിന് ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. അടുത്ത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഈ പരിപാടി വാട്സപ്പ് കൂട്ടായ്മ ഭംഗിയായി നമ്മളെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ എത്തിച്ചേർന്ന് പല വഴിക്കായിട്ട് ആൾക്കാരെല്ലാവരും കൂടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ പ്രോഗ്രാം അതീവ മനോഹരമാക്കാൻ എല്ലാവരുടെയും ഒരു പ്രയത്നം ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് നമ്മുടെ DSPയുടെ മുരളി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് നമ്മുടെ തോമസ് സാർ പത്രപ്രവർത്തകരുടെ സാറിനെ ഈ സൂചനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ സജീവ പ്രവർത്തകരായി മാറുവാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അംഗങ്ങളെ, അഭികാംക്ഷികളെ, ബഹുമാന്യനായ നമ്മുടെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ PV അൻവർ സാർ, വേദിയിലുള്ള ശ്രീ സലീം മറ്റപ്പള്ളി, ശ്രീ പന്തളം രാജേന്ദ്രൻ, ശ്രീ നജും എന്ന് അറിയപ്പെടുന്ന നജുമുദ്ദീൻ, പ്രിയപ്പെട്ട ശ്രീ ജോണി മലയം, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം കഴിഞ്ഞ മാസം 6-ാം തീയതി കേരളത്തിലെ ഇടത് വലത് ഭരണത്തിൻ്റെ നെറികേടുകൾക്കും ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കുമെതിരെ, ഭരണ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കെതിരെ, ഈ നെക്സസിനെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഉണ്ടായി വരേണ്ടതിൻ്റെ ആവശ്യകത കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ PV അൻവർ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒക്ടോബർ മാസം 6-ാം തീയതി. അതിനുശേഷം ഒരു 10-12 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ മൂവ്മെന്റിന്റെ മുന്നിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് ചിത്രമാണ് മുന്നിലേക്ക് വന്നത്. പെട്ടെന്ന് 3 ഉപതെരഞ്ഞെടുപ്പുകൾ വരികയും അതിൽ ചേലക്കര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. കേരളത്തിൽ ചലനാത്മകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന വിധത്തിൽ ഒരു ഭ്രൂണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഘടന, അത് ശിശുവായിട്ടില്ല, അതിന് പേര് നാമകരണം നൽകിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ചേലക്കരയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി വളരെ മാന്യമായ നിലയിൽ
ഇന്നേ വരെ കേരളത്തിലെ ഒരു കക്ഷി നേതാക്കളും കക്ഷിയെ പിടിക്കാത്ത വിധത്തിലുള്ള വോട്ട് 3920 വോട്ട് നേടുകയും അതിഗംഭീരമായ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയും ഉണ്ടായി. നമുക്കറിയാം, ശ്രീ പി വി അൻവർ സാറ് അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനല്ല, സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് മുതൽ കൗണ്ടിംഗ് തീരുന്നത് വരെ ആ മണ്ഡലത്തിൽ സദാസമയം ചെലവഴിച്ച് തൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രവർത്തകരെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതുപോലെ അവിടെ ചെന്ന് എത്തിയ DMK പ്രവർത്തകരെയും ഒപ്പം തന്നെ അവിടെ സമ്മതിദായകരെയും വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ 3920 എന്ന ഈ വോട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വോട്ടായി ഞങ്ങൾ അതിനെ കാണുകയാണ്, പൊതുജനതയാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള ചില തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, കേരളത്തിൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നു, എന്താണ് MP രാഘവൻ ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവാത്തത് അൻവർ സാധിക്കുമെന്നാണ് പലരും ചോദിച്ചത്. ശ്രീ MP രാഘവൻ 1987 അദ്ദേഹം CPM വിട്ടിട്ട് കേരളത്തിൽ CMP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയുണ്ടായി. CMP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം നൽകിയിട്ട് അദ്ദേഹം കേരളത്തിൽ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിച്ചു. അവർ പിടിച്ച വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും 1000-ൽ താഴെയായിരുന്നു എന്നുള്ള ഒരു ചരിത്രം കൂടി നാം കാണും. എന്നാൽ ഇതൊന്നുമില്ലാതെ 10-13 ദിവസത്തെ മാത്രം ഒരു പ്രായമുള്ള ഒരു മൂവ്മെന്റ്, രാഷ്ട്രീയ പാർട്ടി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ആ മൂവ്മെന്റ് ശ്രീ PV അൻവറിന്റെ വാക്കുകൾ വിശ്വസിച്ചും സ്നേഹിച്ചും അവിടുത്തെ ജനങ്ങൾ 3920 പേരാണ് വോട്ട് ചെയ്തത്. പാർട്ടി രൂപീകരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും തകർക്കുവാൻ വേണ്ടി CPM പോലുള്ള സംഘടനകൾ വളരെ സംഘടിതമായി ഇതിന്റെ പിറകിൽ SDPയും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതര സമുദായങ്ങൾ ഇതിനകത്ത് അടുപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു ശ്രമം നടത്തി മുന്നോട്ട് പോവുകയുണ്ടായത്. എന്നാൽ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിക്കാം, CPM നേതാക്കൾക്ക് പരിശോധിക്കാം. അവിടെ ഉണ്ടായത് എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ക്രമാനുഗതമായ വോട്ട് വർധന, വോട്ട് റിസൾട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ വ്യക്തമാണ്. ആദ്യ റൗണ്ടിൽ 500, പിന്നീട് 1000, ഇങ്ങനെ ക്രമാനുഗതമായ വോട്ട് വർധന ഉണ്ടായിരുന്നു. അതായത് എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ മേഖലയിൽ നിന്നും വോട്ട് കിട്ടി എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3920 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടായി ആർക്കും അതിനെ ചിത്രീകരിച്ച് മാറ്റാൻ കഴിയില്ല. നമ്മൾ അവിടെ മൊത്തം ഉണ്ടായിരുന്നത് 177 ബൂത്താണ് ഉണ്ടായിരുന്നത്. 177 ബൂത്തുകളിൽ 3920 വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ ആവറേജ് 22 പ്രവർത്തകരോ 22 വോട്ടർമാരോ നമ്മുടെ DMKക്ക് അവിടെ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് എല്ലാ ബൂത്തിലും 22 പേരെ കിട്ടുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ ഓരോ കക്ഷികളും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അതിൽ എത്ര കക്ഷികൾക്ക് എത്ര വീതം വോട്ടുകൾ ഓരോ ബൂത്തിലുമുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിച്ചാൽ അവരെക്കാളൊക്കെ എത്രയോ മുകളിലാണ് നമ്മളെന്ന് വളരെ വ്യക്തമാകും. കാരണം CPI ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടാനാണ്? അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. ബാക്കി ഇടത് വലത് മുന്നണികളിലെ ഒരു കക്ഷി വിചാരിച്ചാൽ പോലും ആവറേജ് 22 വോട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ട്, എല്ലാ ബൂത്തിലും നമുക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വളരെ പ്രിയപ്പെട്ട ഒരു പാർട്ടിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇനി മറ്റൊരു കണക്കിലേക്ക് നമ്മൾ പോയാൽ കേരളത്തിൽ 3920 × 140 അസംബ്ലി നിയോജകമണ്ഡലം നമ്മൾ കൂട്ടിയാൽ പോലും 5,48,000 വോട്ടർമാർ നമുക്ക് കേരളത്തിൽ ഈ ചേലക്കരത്തെ മാത്രം കണക്ക് വെച്ച് പരിശോധിച്ചാൽ നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒട്ടനവധി MLA-മാരെ പോലും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മൂവ്മെന്റായി മാറുവാനുള്ള ശേഷിയുണ്ട് എന്നതിന്റെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി സുദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ശ്രീ അൻവർ സാറിന്റെ പ്രസംഗം കേൾക്കാനാണ് മാധ്യമപ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീ PV അൻവർ സാറിനെ ഞാൻ ഔപചാരികമായി യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ചാനൽ. ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ അൻവറിന്റെ സമ്മേളനം. മനോജ് കുമാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട DMKയുടെ നേതാക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പത്രമാധ്യമ പ്രവർത്തകരെ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ആരവം അവസാനിക്കിടത്ത് നിന്ന് DMKയുടെ പ്രവർത്തനം ഞങ്ങൾ അതിവിപുലമായി കേരളത്തിന്റെ 14 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുക. അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ ഒരു ചെറിയ ആളെ ഈ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് സ്വന്തമായി വ്യക്തിത്വമുള്ള
മുമ്പ് പല രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും ചില പാർട്ടികളോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന, തങ്ങളോടൊപ്പം തങ്ങൾ നിൽക്കുന്ന പ്രദേശത്തു നിന്ന് 10, 50, 100 ആളുകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ആളുകളാണ് ഇന്ന് ഇവിടെ വളരെ ചെറുതായി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിരുന്നു. ഇതൊരു വിപുലമായ കൺവെൻഷനോ പ്രവർത്തക യോഗമോ ഒന്നുമല്ല. ഈ പരസ്പരം കാണുക, ഇത് പരസ്യം ചെയ്യേണ്ട എന്ന് ഞാൻ അഡ്വക്കേറ്റ് മനോജിനോട് പറഞ്ഞായിരുന്നു. നമുക്കൊരു കൂടിയാലോചന നടക്കട്ടെ, അതിനുശേഷമാകാം. പക്ഷേ എന്നായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് കൗതുകത്തോടു കൂടി അറിയാനാണ് പത്രമാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയത്. അതിന് അവരോട് നന്ദി പറയുന്നു. കേരളത്തിലെ രാഷ്ട്രീയം കലങ്ങിമറിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ്. ഇവിടെ കഴിഞ്ഞ 3 മാസമായി ഒരു ഭരണകക്ഷി ഉണ്ടായിരുന്ന MLA എന്ന നിലക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ചില ചെയ്തികൾക്കെതിരെ, പ്രത്യേകിച്ചും ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ലോബിക്കെതിരെ, ഇവരെല്ലാം കൂടെ കൂട്ടിഘടിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ പൊതുവായ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ കഴിഞ്ഞ 3 മാസമായി കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യം ഒന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഏകദേശം ആ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ ജനങ്ങൾ തന്നെയാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ. രാഷ്ട്രീയ സാമൂഹിക അവബോധമുള്ള മുഴുവൻ മനുഷ്യർക്കും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിലും ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും അടിസ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു ജനതയുടെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒക്ടോബർ 6-ാം തീയതി മഞ്ചേരിയിൽ വെച്ച് ഈ ആശയവും ഈ ചിന്താഗതിയുമുള്ള ആളുകൾ ചേർന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു സോഷ്യൽ സംഘടനയ്ക്ക് താൽക്കാലികമായി നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. കാരണം ഈ ആശയഗതികൾ ആളുകളോട് സംസാരിക്കണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം എന്ന കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനമെടുത്തത്. ആ തീരുമാനം എടുത്ത് കഴിയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഉറ്റുനോക്കുകയാണ്. DMK ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം എന്ന് പറഞ്ഞത് 1 അഴിമതിയും, 2 സ്വജനപക്ഷപാതവും, അതോടൊപ്പം കേരളത്തിന്റെ സർക്കാർ ഫോഴ്സുകളിലും ഓഫീസുകളിലും ഫാസിസ്റ്റ് വൽക്കരണവും നടക്കുന്നു എന്ന 3 വിഷയങ്ങൾ വളരെ കൃത്യമായി പറയുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്. നമ്മൾ കൊടുത്ത പരാതികളിൽ ഒന്നിനു പോലും ഇപ്പോഴും തീർപ്പുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറഞ്ഞത് 150 കേസുകൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. എൻ്റെ അടുത്തുനിന്ന് മൊഴിയെടുത്ത IG-യോട് ഞാൻ അന്ന് പറഞ്ഞത്, ഈ 150 കേസിൽ ഒരു 10 പേരെ നിങ്ങൾ വിളിക്കുക റാൻഡമായിട്ട്. നമ്മൾ ആരുടെയും പേര് പറയുന്നില്ല. പോലീസ് റെക്കോർഡിലുണ്ടല്ലോ, FIR ഉണ്ടല്ലോ, കേസുണ്ടല്ലോ. എന്നിട്ട് അവരെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യുക. ആരാണ് ഇവർക്ക് ഈ സ്വർണം കൊടുത്തത്? എങ്ങനെയാണ് ദുബായിൽ നിന്ന് അത് കൊണ്ടുവന്നത്? എങ്ങനെയാണ് എയർപോർട്ടിൽ ഇറങ്ങിയത്? കസ്റ്റംസിൽ നിന്ന് എങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത്? പുറത്തെവിടെ വെച്ചാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത്?
എവിടെ വെച്ചാണ് സ്വർണം കണ്ടെടുത്തത്, ഈ സ്വർണം എവിടെ കൊണ്ടുപോയി ഏത് തട്ടാൻ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്താണ് ഒരുക്കിയത്, എത്ര ഗ്രാം സ്വർണമായിരുന്നു ഇവർ കൊണ്ടുവന്നത്, എത്രയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ 10-12 കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമാകും ഞാൻ ഈ തന്ന പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന്. പത്രക്കാരെ കൂടി ഉണ്ടല്ലോ ഈ നിമിഷം വരെ. ഇപ്പൊ 25-ാം തീയതി സമയം 11 മണിയാണ്. ഈ നിമിഷം വരെ ഒരാളെ പോലും വിളിച്ച് ചോദ്യം ചെയ്യാൻ, അന്വേഷിക്കാൻ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായി. ജനങ്ങൾ ഇങ്ങനെ മറന്നുപോകും, പത്രക്കാർ മറക്കും, അടുത്ത ഇഷ്യൂസ് വരും. അപ്പൊ കാലം കൊണ്ട് മറക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ആ കാലം കൊണ്ട് മറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി. SP ഓഫീസിലെ മരമുറി എന്നൊന്ന് ആലോചിക്കണം. ഒരു ക്യാമ്പ് ഓഫീസിന്റെ മുറ്റത്ത് നടന്ന മരം മുറിച്ച് 2 ദിവസം കൊണ്ട് തെളിവ് കിട്ടും. ഇതെല്ലാ തെളിവും കൊടുത്തു. ഒരു അന്വേഷണം ഇവിടെ എത്തിയില്ല. എത്തിയാൽ എന്താണ്? 2 IPS സ്ഥലത്തിരിക്കാൻ കഴിയില്ല. സസ്പെൻഷനും ഡിസ്മിഷനും കളവ് കേസൊക്കെ വരും. ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ADGP അജിത് കുമാർ 2016 ഫെബ്രുവരി 18-ാം തീയതി 33,80,000 രൂപ കൊടുത്ത ഫ്ലാറ്റ് വാങ്ങുന്നു സ്വന്തം പേര്. ആധാരത്തിൽ എഴുതിയിരിക്കുന്ന ഡെസിഗ്നേഷനിൽ IG ഓഫ് പോലീസാണ്. 10ാമത്തെ ദിവസം ആ ഫ്ലാറ്റ് വെക്കുന്നു 65 ലക്ഷത്തിന്. ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഖ്യ. ഒരു പൈസ ബാങ്ക് വഴി കൈമാറിയിട്ടില്ല. ഏതെങ്കിലും ആധാരം ചെയ്ത് കിട്ടും. സർക്കാർ നിശ്ചയിച്ച വില ചെക്കോ DDയോ ബാങ്ക് ട്രാൻസ്ഫറോ ചെയ്യാതെ ഏത് അധികാരിയാണോ ഒപ്പിട്ടത്? 33,80,000 കള്ളപ്പണം കൊടുത്ത് ഭൂമി വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു. 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപക്ക് ഈ ഫ്ലാറ്റ് വിറ്റ് അതേ കള്ളപ്പണം വേറെ പാർട്ടിയിൽ നിന്ന് വാങ്ങുന്നു. ഒരു ദിവസം കൊണ്ട് DGPക്ക് അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യാൻ ക്രിമിനൽ കേസെടുക്കാം. ഇതിൽ അന്വേഷിച്ചിട്ടില്ല. കവടയാറിലെ വീട് അന്വേഷിച്ചിട്ടില്ല. ചെറിയ ഉദാഹരണം സൂചിപ്പിക്കുക. അങ്ങനെ പലതും. മാമി കേസ് എവിടെ എത്തിയിട്ടില്ല. എന്റെ പഞ്ചായത്തിലെ വെടിയെന്ന് കൊണ്ട് മരിച്ച 5-ാം ക്ലാസ്സിൽ നിന്നാണ് കുട്ടിയുടെ കൊലപാതകം. എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യവും എവിടെ എത്തിയിട്ടില്ല. കാലം കൊണ്ട് ഇതിനെ മറക്കാൻ ശ്രമിക്കുന്നു. കാലമെല്ലാം മായ്ച്ചു കളയും എന്ന വിശ്വാസത്തിൽ പിണറായിയും സംഘവും മുന്നോട്ട് പോവുക. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കയറി വരുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നമ്മൾ കൂടിയാലോചന നടത്തിയപ്പോൾ മത്സരിക്കണമെന്ന് തീരുമാനമുണ്ടായി. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഗാന്ധി കുടുംബമെടുത്ത ആന്റി ഫാസിസ്റ്റ് സ്റ്റാൻഡിനോടൊപ്പം നമ്മൾ നിൽക്കണം. അവർക്ക് നമ്മൾ പൂർണ്ണമായും പിന്തുണ കൊടുക്കണമെന്ന തീരുമാനം നമ്മൾ പിന്തുണ കൊടുത്തു. 4 ലക്ഷത്തിൽ ജില്ലാതെ വോട്ടിൽ ജയിച്ചു. ഞാൻ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ പറഞ്ഞു വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയും, ഇവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, കോൺഗ്രസ് ലീഡർഷിപ്പ് അതിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധ ഉണ്ടായില്ല. 10% 2024 രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറവ് വന്നത്. അല്ലെങ്കിൽ ഒരു 6 ലക്ഷത്തിലേക്ക് അത് ഉയരുമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു നിലമ്പൂര്, വണ്ടൂർ, ഏറനാട്, വയനാട് പാർലമെന്റിൽ വന്നിട്ടുണ്ട്. DMK സംബന്ധിച്ച് ഏറ്റവും ശക്തി കേന്ദ്രമായ ഏറനാട് ഞാൻ വോട്ട് ചെയ്യുന്ന എൻ്റെ മണ്ഡലം, നിലമ്പൂർ ഞാൻ MLA ആയ മണ്ഡലം, വണ്ടൂർ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ ജനശേഷിയുള്ള മണ്ഡലം. റിസൾട്ട് വന്നപ്പോൾ എന്താ സ്ഥിതി? ഈ 3 മണ്ഡലത്തിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ട്. നിലമ്പൂരിൽ കഴിഞ്ഞതിനേക്കാൾ 10,000 വോട്ട് വർദ്ധിച്ചു. വണ്ടൂരിൽ 13,000 വോട്ട് വർദ്ധിച്ചു. ഏറനാടിലും ഏകദേശം 12,000 വോട്ട് വർദ്ധിച്ചു. ഇപ്പം അത് അംഗീകരിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട കെ മുരളീധരൻ റിപ്പോർട്ടർ ചാനൽ അരുണുമായിട്ടുള്ള സംവാദമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞെന്താ, അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമായത്.
വോട്ടുകൾ ചിതറിപ്പോയി. അൻവർ പിണറായിക്കെതിരെ പറഞ്ഞ പിണറായിസത്തിന്റെ വോട്ടുകൾ ആന്റി പിണറായി, ആന്റി ഗവൺമെന്റ് എന്ന നിലക്ക് കുറെ വോട്ടുകൾ 13,000-ഓളം വോട്ട് BJPയിലേക്ക് പോയി. 9,000 വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലേക്ക് പോയി. 3,900 വോട്ട് നമ്മൾ വിളിച്ചു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഇവിടെ ആന്റി ഗവൺമെന്റ് ഈ പൾസ് ഉണ്ടാക്കിയത് കഴിഞ്ഞ 3 മാസത്തെ നമ്മുടെ ഇടപെടലും ചർച്ചയാണ്. പ്രതിപക്ഷം ഇപ്പോഴും പറഞ്ഞിട്ട് ആവുന്നില്ലല്ലോ. എന്താ ജീവനക്കാർക്ക്? കെ മുരളീധരന് ഇന്നുണ്ടായ തിരിച്ചറിവ് 15 ദിവസം കൊണ്ടായാൽ പോലെ, അല്ലെങ്കിൽ 20 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങളവിടെ തോൽക്കാൻ പോവുകയാണ്, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നു. AICC മെമ്പറായി ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല സുധീരനെ. ഒരു സ്വതന്ത്ര നിലക്ക്, ഒരു ശേഷിയുള്ള വ്യക്തി എന്ന നിലക്ക്, SC വിഭാഗത്തിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഈ മണ്ഡലത്തിന്റെ ദുസ്ഥിതി കണക്കിലാക്കി ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തന രംഗത്തുള്ള 2009 UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഈ ആലത്തൂരിൽ മത്സരിച്ച വ്യക്തിയാണ്. നിങ്ങൾ പിന്തുണ കൊടുത്തോ? ഞങ്ങൾ കൊടുത്തല്ലോ, നിങ്ങൾ കൊടുക്ക്. DMKയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനല്ല പറഞ്ഞത്. അതിൽ പ്രായം ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പിണറായിസത്തിനെതിരാണെങ്കിൽ, ആന്റി ഗവൺമെന്റ് റിപ്പോർട്ടാണ്, റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സിദ്ധൂരിനെ പിന്തുണക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്തുണച്ചില്ല, നിങ്ങളും പിന്തുണക്കും. അന്നെന്തായി? ചില അഹങ്കാരം, ദുരഭിമാനം. ഇപ്പൊ നീ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? തെരഞ്ഞെടുപ്പ് ആ ദിവസം കഴിഞ്ഞു പോകും, ഒരാളെയും കാത്തു നിൽക്കില്ല. അപ്പൊ അതവിടെ അനലൈസ് ചെയ്യുന്നു. എങ്ങനെയാ നമ്മൾ മത്സരിക്കാൻ പോകുന്നത്? നമുക്ക് കേരളത്തിലെ 14 മണ്ഡലങ്ങളിൽ നിന്നും കുറെ ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. ചേലക്കരയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്കുണ്ടായിരുന്നത് 3 പേരാണ്. വെറും 3 പേര് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. പാറപ്പുറമാണ് അത്. കിളച്ച് ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും പൊട്ടുമെന്നാണ് നോക്കിയത്. നമ്മുടെ ആശയങ്ങളാണ് നമ്മൾ ജനങ്ങളുമായി സംബന്ധിച്ചത്. ഉപതെരഞ്ഞെടുപ്പാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ 5000 വോട്ട് പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയ പോലെ. കാരണം 4000 പോയിട്ട് 3000 വോട്ട് കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും പിടിക്കാൻ ശേഷിയുള്ള 1ഓ 2ഓ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ BJP കൂടി ആഡ് ഓൺ ചെയ്താൽ 3 പാർട്ടിയാണുള്ളത്, BJPയും കോൺഗ്രസും CPM. അവിടെ പോയിട്ടാണ് നമ്മൾ 5000 വോട്ട് പിടിക്കാൻ പരിശ്രമം നടത്തിയത്. ഒരു 7000, 8000 വോട്ടിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. 98 MLA-മാരും 21 മന്ത്രിമാരും തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 4-5 ദിവസം അവിടെ. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് 10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. അതേപോലെ തന്നെ കോൺഗ്രസ് 42 MLA-മാരും 10-20 MP-മാരും. ഒരു പഞ്ചായത്ത് 2 മന്ത്രിക്ക് ചാർജാണ്. 30 പഞ്ചായത്തിലുള്ളത്. ഓരോ വാർഡും MLA-മാർക്കാണ് ചാർജ്, ബൂത്ത് വൈസ്. ഈ രീതിയിൽ മതിലുകൾ സൃഷ്ടിക്കുക. അതിന്റെ ഇടയിലൂടെയാണ് നമ്മുടെ ഈ 4 ആളെയും വെച്ചിട്ട് ഈ നടന്നത്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമില്ല. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പ്. കാരണം എല്ലാ ശേഷിയും അവിടെയല്ലേ. 34.5 കോടി രൂപയുടെ ചെലവഴിച്ച കണക്ക് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവർ 3 കൂട്ടരും കൂടെ കൂടിയിട്ട് ആവറേജ് 10 കോടിയിലപ്പുറം ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിച്ചിരിക്കുകയാണ്. ഒരു ബൂത്തിൽ 6-7 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവര് വരിഞ്ഞു മുറുക്കപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും കണക്കൂട്ടാൻ കഴിയാത്ത കോലത്തില് നമ്മുടെ വളരെ എണ്ണം കുറഞ്ഞ പ്രവർത്തകർ വീട് കയറി ഇറങ്ങുമ്പോൾ 3 പ്രാവശ്യമാണ് പിന്നെ UDFന്റെയും CPM-ന്റെയും പ്രവർത്തകരെ കയറുന്നത്. നമുക്ക് എല്ലാ വീട്ടിലും എത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ ആ ഡിവിഷൻസ് മുഴുവൻ ഉണ്ടായിട്ട് ഇത്രയും വലിയ ബാരിക്കേഡുകൾ തീർത്തു കൊടുത്താണ്
നമ്മൾ ഈ 3920 വോട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം ചേലക്കരയോടൊപ്പം പാലക്കാട് കൂടെ 13-ാം തീയതി നടന്നിരുന്നെങ്കിൽ ഒരു 8000 വോട്ടിൽ നമുക്ക് എന്തായാലും കുറവ്. നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത നാട്ടിൽ, എനിക്കും വ്യക്തിപരമായിട്ട് കുറച്ച് ബന്ധമുള്ള പിന്നെ സഖാക്കളുമായിട്ടാണ്. അവരാരും ഇതിന് രംഗത്ത് വരില്ലല്ലോ, നമുക്കറിയാലോ. അവിടെ പോയി ജീപ്പ് അനൗൺസ്മെന്റ് നടത്തി, ജനങ്ങളെ ഉണർത്തി, തൊഴിലാളികളുമായി സംസാരിച്ച്, നമ്മൾ നോട്ടീസ് കൊടുത്ത് അവരോട് ബോധവൽക്കരണം നടത്തി. അപ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും അടുത്തതിൽ നമുക്ക് നോക്കാം. വലിയ പ്രതികരണം. വോട്ടിന് പോരെ വീട്ടിലൊക്കെ അറിയും. ഇരിക്കുന്ന മനോജും പറയുന്ന നേതാക്കളൊക്കെ അവിടെ വോട്ട് അന്വേഷിച്ച് നടന്നാണ്. പന്തളൊക്കെ 10, 13, 14 ദിവസം പ്രസംഗിച്ച് തളർന്ന ആളുകളാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കിയത്. നിങ്ങളത് മനസ്സിലാക്കുന്നത്. CPM-ന്റെ ഒരു കടുത്ത കോട്ടയിൽ കണ്ണൂരിനെക്കാളും ശക്തി. കണ്ണൂരൊക്കെ ആ കോട്ടയോടൊക്കെ പതറി തകർന്ന് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന്റെ മണ്ഡലമടക്കം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പുറകിലേക്ക് പോയി. അപ്പോഴും 5000 വോട്ട് CPM-ന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് ഏത്? ചേലക്കര. അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസക്തി. എത്രത്തോളം ആളുകൾ ഇത് സീരിയസ് ആയി കാണുന്നുണ്ട്. ഇപ്പൊ ചർച്ച നടക്കുന്നു. നമ്മൾ പാലക്കാട് മത്സരിച്ചാൽ എന്തായിരുന്നു ശരി? പാലക്കാട് നമ്മൾ പിന്മാറിയില്ലെങ്കിൽ എന്താ ശരി? ഏറ്റവും ചുരുങ്ങിയത് മിന്നാജ് 10,000 വോട്ട്. കാരണം എനിക്ക് എൻ്റെ നാട് പോലെ, ഒരു പക്ഷേ എൻ്റെ നാടിനേക്കാളും ആളുകളുമായി ബന്ധമുള്ള നാടാണ് പാലക്കാട്. 14 വർഷത്തോളം പാലക്കാട് ഞാൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സാമുദായ സംഘടനകളും ഒരു പള്ളിയും ഒരു മദ്രസയും ഒരു ചർച്ചും നമ്മൾ ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു സാമൂഹ്യ സമുദായ സംഘടന അവിടെ പിന്മാറിയിട്ട് വിളിച്ചിട്ട് തെറി പറഞ്ഞവരുണ്ട്, കരഞ്ഞവരുണ്ട്. കാരണം അവർക്ക് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കിട്ടിയ ചാൻസ് നിങ്ങൾ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വസ്തുതകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ടത്. ആ നിലക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോ 3920 വോട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ കോൺക്രീറ്റ് വോട്ടാണ്, കോൺക്രീറ്റ് പ്രവർത്തകരാണ്. ഈ UDF-ന്റെയും BJP-യുടെയും ഈ പറയുന്ന CPM-ന്റെയും അതിപ്രസരത്തിനും അവരുടെ അപ്രമാദിത്വത്തിനും അവരുടെ ഇടപെടലുകൾക്കും കീഴൊതുങ്ങിക്കൊടുക്കാതെ അവരുടെ സ്വന്തം മനസ്സാക്ഷിക്ക് നൽകിയ വോട്ടാണ് ഈ 3920. അത് തന്നെയാണ് നമ്മുടെ ബലം. അപ്പോ നമ്മൾ ഇനി രാഷ്ട്രീയം നമ്മൾ തിരിക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നമ്മൾ നമ്മുടെ ആശയമായി നമ്മുടെ നയരേഖയിൽ വ്യക്തമാക്കിയ 3-4 കാര്യങ്ങളുമായി കേരളത്തിലെ ജനത്തിന്റെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന വലിയ വിഷയങ്ങൾ. ഒന്ന്, നമ്മളൊക്കെ കടക്കാരാണ്. കടമില്ലാത്ത ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ തിരഞ്ഞേക്കാണ്. ആ കടം എന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴും മൂടിക്കളഞ്ഞിരിക്കുന്നു. ആ മൂടിക്കളഞ്ഞ കടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത ജനതയായി കേരളത്തിലെ 3/4 പങ്കും ജനങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ഗ്രാമീണ തൊഴിലിടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുക എന്ന വളരെ സതുദ്ദേശത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സഹകരണ സംഘം. പരസ്പര സഹായ സഹകരണ സംഘം. അതാണ് പരസ്പരം സഹായിക്കുക. അപ്പൊ ആ ഗ്രാമത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു കർഷകന് എൻ്റെ അടുത്ത് 100 ആണെങ്കിൽ 100, നിങ്ങളുടെ അടുത്ത് 10 ആണെങ്കിൽ 10, മറ്റൊരിടത്ത് 50, ഇങ്ങനെ സ്വരുക്കൂട്ടിയ പൈസ ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് കൊടുത്ത് അവർ കൃഷി ഉണ്ടാക്കി അത് വിറ്റ് കഴിയുമ്പോൾ ആ പൈസ ചെറിയൊരു ലാഭം ഇതിന് കൊടുക്കുന്ന സംവിധാനമാണ് ഈ പരസ്പര സഹായ സഹകരണ സംഘം. ആ സഹകരണ സംഘത്തെ കൊള്ള സംഘാക്കി മാറ്റി ഇവിടെ മത്സരിച്ചിട്ട് അതിന് മുന്നിൽ CPM തന്നെയാണ്. 3%, 4% ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരൊക്കെ ചോദിച്ചറിയും. മുമ്പുണ്ടായിരുന്ന പലിശയാണ്. എന്റെ ഫാദർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സഹകാരിയാണ്. ഭൂപണയ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഉണ്ടാക്കിയത് എന്റെ ഫാദറാണ്. അപ്പം അവരൊക്കെ അത് വളരെ വിശാലമായ ക്യാൻവാസിൽ കണ്ടുകൊണ്ട്
ജനങ്ങളെ സഹായിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ ചെയ്തത്. ഇന്ന് ആ സംഘം എന്ന് പറയുന്നത് കൊള്ള സംഘങ്ങളായി മാറിയിട്ട് മനുഷ്യന് ഒരു കണ്ണുചോരയില്ലാത്ത അവസ്ഥയിൽ. എന്തിനാ ഈ കേരള ബാങ്ക്? എന്തിനു വേണ്ടിയാണ്? ആരെ സഹായിക്കാനാണ്? ഈ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ് കോടാനുകോടി രൂപ മുടക്കിയ നാഷണൽ ബാങ്കിനോടും ഇന്റർനാഷണൽ ബാങ്കിനോടും കോമ്പീറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ബാങ്കിന്റെ അകത്തേക്ക് ഇറങ്ങിയ ആളുകൾ ചെരുപ്പഴിച്ചു വെക്കണം. ഇന്റീരിയർ കണ്ടാൽ നമ്മൾ തളർന്നു പോകും. ബാത്റൂമിൽ വരെ എയർ കണ്ടീഷൻ. ബാങ്ക് നടത്തുന്ന സംഘാടനങ്ങൾക്ക് പോകാൻ വലിയ വലിയ വാഹനങ്ങൾ, ഡ്രൈവർ, ചായ കൊടുക്കാനാള്, ചായ എടുക്കാനാള്, ചായ ഉണ്ടാക്കാനാള്. ഈ മത്സരം ഇവിടെ എത്തിച്ചു 13, 14, 15%. പിന്നെ അതിന്റെ പേർപ്പേഴ്ചയും കൂടി ആയാൽ ജപ്തി ആയവർക്ക് മുഴുവൻ 22%-ലേക്ക് വരും. കണക്കൂട്ടി എന്നിട്ട് സർക്കാർ ഒരു ഭാഗത്ത് വീടുണ്ടാക്കി കൊടുക്കുക, പിറ്റേ ദിവസം സഹകരണ ബാങ്കുകാരെ ജപ്തി ചെയ്ത് പോവുക. പേര് ഒരു സർഫാസി നിയമം. 246 ആളുകൾ സംസ്ഥാന ഗവൺമെന്റ് നിയമസഭയിൽ വെച്ച കണക്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ ഓണം. ഇതിനെ നമ്മൾ എതിർക്കാൻ പോവാണ്. മനുഷ്യൻ താമസിക്കുന്ന പാർപ്പിടത്തിൽ നിന്ന് അവൻ ഇറക്കി വിടാൻ പാടില്ല. ഇനിയിപ്പോ 1 ഏക്കർ വെച്ചതാണ്, ഓക്കെ, 10 സെന്റ് വീട് മാറ്റി കൊടുക്കും, ബാക്കി നിങ്ങൾ എടുത്തോ. അതിനെ നിയമം കൊണ്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് കോടതിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത വിധമുണ്ടാക്കിയ വലിയ നിയമക്കുരുക്കാണ് സർഫാസി നിയമം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതിനെ വേറെ ഒരു ജനകീയ പ്രക്ഷോഭം കൊണ്ടേ നമുക്ക് അതിനെ നേരിടാൻ കഴിയും. നമ്മൾ അതിൽ ചെയ്യാൻ പോകുന്ന കാര്യം, ലേലത്തിൽ വെക്കുന്ന ഒരു വസ്തുവും ലേലം ചെയ്തെടുക്കാൻ ഒരാൾ അനുവദിക്കില്ല. ബലമായിട്ട് നമുക്ക് പറ്റില്ല. അത് കേസ്, അതിന്റെ നിയമ നടപടികളിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ലേലത്തിൽ പങ്കെടുക്കുന്നപ്പോ വലിയ ഗ്രൂപ്പുകൾ, അതിന്റെ ഒരു മാഫിയ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓരോ പഞ്ചായത്തിലുണ്ട്. അത് ഈ പറയുന്ന ബാങ്കിന്റെ പ്രസിഡന്റിന്റെയും ചെയർമാന്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പാർട്ടിക്കാരുടെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരാ ലേലത്തിൽ എടുക്കുക. ആ ലേലത്തിൽ എടുക്കുന്നവനെ നമ്മൾ ജനകീയമായി തടയും. ഗ്രാമങ്ങളിൽ അവനെ ഊരുവിലക്ക് പ്രഖ്യാപിക്കണം, അവനെ സാമൂഹ്യ ദ്രോഹിയായിട്ട് പ്രഖ്യാപിക്കണം. പുറത്തേക്ക് ഇറങ്ങിയാൽ അവനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം അവഹേളിച്ച് സമൂഹത്തിൽ ഇല്ലാതാക്കുന്നവർ. ഏത് നിയമമുണ്ട്? ഞാൻ കൂക്കി വിളിച്ചതിന്റെ കേസ് സ്റ്റേഷൻ കഴിഞ്ഞ് അതെടുക്കാം. ലേലത്തിൽ ഈ വസ്തു ആരും എടുത്തില്ലെങ്കിൽ ബാങ്ക് തന്നെ പുറകെ തന്നാൻ പറ്റുമോ? അപ്പോ എന്തിനാ ലേലത്തിൽ എടുക്കുന്നത്? ഇത് വിറ്റ് കാശുണ്ടാക്കാനല്ല. അപ്പൊ അത് വാങ്ങാൻ വരുന്ന ആളുകളെ നമ്മൾ സാമൂഹ്യമായി തടയും. അതിനൊരു വലിയ സാമൂഹ്യ എന്താ പറയാ ഒരു സംവിധാനം നമ്മൾ ഗൗരവമായി ഉണ്ടാക്കുന്നത്. എന്നൊക്കെ ഇനി പണി തുടങ്ങിയത് മിനിയാന്ന് പൈസമാരെ പോയിട്ട് ലേലം നടത്തി ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോ ആ രീതിയിലല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഈ പറയുന്ന 10-70 ലക്ഷം 70% ജനങ്ങൾക്ക് കാര്യത്തിൽ തൂങ്ങിച്ചാൻ പറ്റും. അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ എടുത്ത ലോണ് അതിനൊരു മാന്യമായ സെറ്റിനായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടാവും. അതന്നെ ആശുപത്രി കേസില്ലേ, കുട്ടികളെ പഠിപ്പിക്കാൻ കെട്ടിക്കാനായ മക്കളുണ്ടായിട്ട് നിവൃത്തിയില്ലാതെ എടുത്തായിരിക്കും. ആ 1 ലക്ഷമാണ് 4 ലക്ഷം 5 ലക്ഷമായിട്ടുള്ളത്. ഇവൻ ഈ വസ്തു വെക്കുന്നത് ലേലം ചെയ്ത് വെക്കുന്ന 5 ലക്ഷത്തിന്, ലേലത്തിന് എടുക്കുന്നോ പിന്നെ അത് മറച്ചു വെക്കുന്ന 10 ലക്ഷത്തിന്. നിസ്സഹായരായി നോക്കിക്ക് ഒരു മാർഗമില്ല. അവിടെ നമ്മൾ ഇടപെടും. അവിടെയാണ് നമ്മളൊരു കടാശ്വാസ പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ അതാത് പഞ്ചായത്തുകളിൽ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റി ബാങ്കുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഈ പറയുന്നത് ഏറ്റവും അപ്സെറ്റ് പ്രൈസ് നിശ്ചയിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ആ പൈസ അടച്ച ഡോക്യുമെന്റ് എടുത്തിട്ട് ഈ ലോണർക്ക് ഒരു 6 മാസം സമയം കൊടുക്കും. നമ്മൾ പുറത്ത് നിൽക്കാൻ ആളെ കിട്ടും, നമ്മളും കൂടി സഹായിച്ചു കൊടുക്കും. വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ 5 ലക്ഷമാണോ നമ്മളെ കമ്മിറ്റി കൊടുത്താൽ 5 ലക്ഷം കൂടെ തരിക, ബാക്കി വിറ്റപ്പോലെ 4 ലക്ഷം കിട്ടി കൊണ്ട് പോകാൻ. ഇങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നാട്ടുകാരെ കട മുഴുവൻ നമുക്ക് തീർക്കാനൊന്നും കഴിയില്ല.
അപ്പൊ അതിനൊരു സംവിധാനം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ മലയോര മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗം ഞാൻ പറയേണ്ട കാര്യമില്ല. 64 മണ്ഡലങ്ങളെ മനുഷ്യരുടെ ജീവിതത്തെ നേർക്കുനേർ ബാധിക്കുന്ന വിഷയമാണ്. അത് നമ്മൾ ടേക്കപ്പ് ചെയ്യാൻ പോവാണ്. കാരണം സംസ്ഥാന ഗവൺമെന്റ് ഇതിലൊരു നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിക്കില്ല. അവർ പറയും അത് കേന്ദ്രത്തിൻ്റെതാണ്. കേന്ദ്രമന്ത്രി ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നും ഈ വിഷയം പത്രക്കാർ ചോദിച്ചു പറഞ്ഞു, അതിനെന്താ സ്റ്റേറ്റിന് തീരുമാനിക്കുകയല്ല, വന്യമൃഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള സാഹചര്യം പ്രപ്പോസൽ തരാമല്ലോ. ഇങ്ങനെ 2 വിഭാഗവും ഒഴിഞ്ഞു മാറുന്നു. മനുഷ്യർ ഇതിൻ്റെ കിടന്ന് ആനിന്റെ കാലടിയിൽ ചവിട്ടിപ്പെട്ട് തക്കാളി നമ്മൾ ചവിട്ടി പൊട്ടിക്കുന്ന പോലെ മനുഷ്യരെ കൊന്നു കൊലവിളിക്കുക. അപ്പോ ഇതിനെതിരെ 972 വന്യമൃഗ സംരക്ഷണ നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിലേ ഈറ്റകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ ഒരു MLA എന്ന നിലക്ക് ഞാൻ റെഡ് പെറ്റീഷൻ പോയിരുന്നു. കോടതി വിശദമായി ആ കേസ് 3 ആർഗ്യുമെന്റ്സ് വിചാരണ നടന്നു. ആ 3 കേസിന്റെ ദിവസവും സുപ്രീം കോടതി വളരെ വിശദമായി ഇത് കേട്ടിട്ട് കോടതി അവസാനം കോടതിയുടെ നിസ്സഹായത രേഖപ്പെടുത്തി. കാരണം ഇതിൽ കോടതിക്ക് ചെയ്യാൻ പരിമിതിയുണ്ട്. ഇത് പാർലമെന്റാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് പാർലമെന്റിലേക്ക് എത്തിക്കാനുള്ള മാർഗം നോക്കാം. പക്ഷേ നമ്മളോടൊരു അനുകമ്പ കാണിച്ചു സുപ്രീം കോടതി. ലാസ്റ്റ് കോടതി പറഞ്ഞു, ഇപ്പൊ കേരളത്തിലെ കഴിഞ്ഞ 30 വർഷമായി മരണപ്പെട്ട ആളുകളുടെ കണക്ക്, പരിക്ക് പറ്റിയ ആളുകളുടെ കണക്ക്, കൃഷിനാശത്തിന്റെ കണക്ക് മുഴുവൻ നമ്മൾ കൊടുത്തിരുന്നു കോടതി. അതോടൊപ്പം അമേരിക്ക ഉൾപ്പെടെയില്ല, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ ഫോറസ്റ്റുള്ള രാജ്യങ്ങളിൽ അവിടെ ഈ മൃഗങ്ങളെ അവർ നിയന്ത്രിക്കുന്ന രീതിയിൽ ഓരോ 5 വർഷം സെൻസസ് നടത്തി എക്സ്ട്രാ വന്നതിനെ കൊന്നുകളയാണ്, പലതിനും വന്ധീകരണം നടത്തുകയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കോടതിയെ കൊടുത്ത് ബോധ്യപ്പെടുത്തിയിരുന്നു. അവസാനം കോടതി പറഞ്ഞു, നിങ്ങളുടെ ഗ്രീവിയൻസ് വളരെ കൂടുതലാണ് കേരളത്തിന്റെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം ഹൈക്കോടതിയിൽ ഉന്നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിട്ട് തള്ളാതെ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ്, അടുത്ത ആഴ്ചയോട് കൂടി അത് നമ്പറായി വരും. അപ്പോൾ നമ്മളിത് എല്ലാ മേഖലയിലും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഇതിന്റെ രക്തസാക്ഷിയാണ്. ഒരു മലന്റെ ചോട്ടിൽ ഞാൻ താമസിക്കുന്നത്, നമ്മളെ കർമ്മങ്ങളിൽ ഇത് കാണും. അപ്പൊ ആ വിഷയം നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നു. 3ാമത്തെ വിഷയം, ഏറ്റവും വലിയ നമ്മുടെ നാട് നേരിടുന്ന വിഷയം ജാതി സെൻസസും ജാതി സംവരണവും. ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, എന്തിനേറെ പറയുന്നു, നമ്മുടെ താൽക്കാലിക ജീവനക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും ഇപ്പോഴും 50 കൊല്ലം, 40 കൊല്ലം, 35 കൊല്ലമൊക്കെ ആയി രജിസ്റ്റർ ചെയ്ത ആൾക്കാർ വരും. MLA എന്തേ ചെയ്യാൻ പറ്റും? നമ്മൾ വിളിച്ചത് അന്വേഷിക്കുമ്പോൾ എന്താ സ്ഥിതി? യഥാർത്ഥ അർഹരായവർ മാറ്റി നിർത്തിക്കൊണ്ട് താൽക്കാലിക നിയമനം ഇപ്പോഴും അമ്പപുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാർക്കാണ് കിട്ടുന്നത് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോ ജാതി സംവരണവും ജാതി സെൻസസും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനങ്ങൾ ഇവിടെ നടത്തണമെന്ന ശക്തമായ നിലപാട് നമ്മൾ എടുക്കുന്നു. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു വിഷയമായി നിൽക്കുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലാത്ത പ്രശ്നമാണ്. ഇവിടെ ചെറുപ്പക്കാർ ഒരു സമരം നടത്തിയിട്ട് ഇഷ്ടമല്ലേ തൊഴിലില്ലായ്മക്ക് എതിരെ അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷികൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ ഒരു കലക്ടറേറ്റിന്റെ മുന്നിലേക്കോ ഒരു ജാഥ നടത്തിയിട്ട് എത്തിച്ചില്ല എന്ന വർഷമായി ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കുട്ടികൾ മുഴുവൻ കിടപ്പാടം പണയം വെച്ച് നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നു. അത് കുറച്ചു കാലം കഴിഞ്ഞൊരു 3-4-5 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി? നിങ്ങളൊക്കെ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടാവും. കാനഡയിലായാലും UK മറ്റ് ഓസ്ട്രേലിയയിലായാലും ഇപ്പോ മിനിയാന്ന് ഇറ്റലിയിൽ വരെ വലിയ പ്രതിരോധം അവിടുത്തെ ആളുകൾ തീർക്കുകയാണ്. കാരണം അവരുടെ സ്വൈര ജീവിതം നഷ്ടപ്പെട്ടു, അവരുടെ ജീവിത ചെലവുകൾ വർദ്ധിച്ചു. അവർ പറയുന്നതാണ്, പണ്ട് $100 കിട്ടിയിരുന്ന ഫ്ലാറ്റ് വേറെ ആരും എടുക്കാനില്ല, ജനസംഖ്യ കുറവാണ്. അത് $90 കിട്ടുമെന്നാണ് അവിടെ എല്ലാവരും നോക്കിയിരുന്നത്. ഇന്ന് ആ സാധനം $200-250 കാരണം ഡിമാൻഡ് വർദ്ധിച്ചു.
ഭക്ഷണ സാധനങ്ങൾ വില കൂടി. അപ്പൊ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത ചെലവ് വർദ്ധിച്ചു നമ്മുടെ ആളുകളുടെ സാന്നിധ്യം കൊണ്ട്. രണ്ടാമത് അവരുടെ തൊഴിൽ സാധ്യതയും കുറഞ്ഞു. വളരെ ചെറിയ പൈസക്കാണ് നമ്മളെ കുട്ടികൾ കാരണം പഠനവും ജോലി ചെയ്യുന്നതിലൊക്കെ. ലോകത്തെല്ലായിടത്തും ചെറിയ രീതിയിലാണെങ്കിലും തൊഴിലില്ലായ്മ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഭയപ്പെട്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. പലർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. സർക്കാരിന് എവിടെ ഇടപെടാൻ കഴിയില്ല. അപ്പോ നിലവിലുള്ള ചെറുപ്പക്കാരുടെയും വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും അവർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകേണ്ടതുണ്ട്. അത് നമ്മുടെ യുവാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ 4-5 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നമ്മളൊരു വലിയ ജനകീയ പ്രക്ഷോഭ ജാഥ. നമ്മൾ മനുഷ്യരുമായിട്ട് പെയ്യാളെല്ലാം സംസാരിക്കാൻ പറ്റും. ഒരു ദിവസം നമുക്ക് 10 സ്ഥലത്ത് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു മാസം നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് എവിടെയെങ്കിലും പോയി ചാടാനാണെങ്കിൽ എനിക്ക് പണിയിരിക്കേണ്ട കാര്യമില്ല. പലരും നമ്മളോട് വെൽവിഷേഴ്സ് ഉപദേശിക്കും, എന്തിനാ അത്രയൊക്കെ റിസ്ക്. അവിടുന്ന് പോകുന്നതിന് തന്നെ അത് ഇനിയിപ്പോ എവിടെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ പോലെ. നമ്മൾ ആ ഒരു ആശയത്തിനും ഒരു ഉദ്ദേശത്തിനും ഇറങ്ങിയതാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സൗകര്യം തന്നെ പറ്റുന്നതായിട്ട് പോകായിരുന്നു. നമുക്കൊരു സാമൂഹ്യ ബാധ്യത ഓരോ വ്യക്തിക്കും ഉണ്ട്. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ നിർവഹിക്കുന്നു. ചിലരെ തീരെ നിർവഹിക്കാതെ പോകുന്നു. ചിലത് ഈ അധികാരം കിട്ടുന്നതോട് കൂടിയിട്ട് ആ ഭാഗത്തെ മറന്നു പോകുന്നു എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും അതിനോടൊപ്പം ചേർന്നാൽ പിന്നെ നാടിന്റെ സ്ഥിതി എന്താ? ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നെക്സസ് പൊളിറ്റിക്സ് അത് തന്നെയാണ്. ആ നെക്സസിന്റെ ഭാഗമായ വളരെ സുഖമായി ആർക്ക്, നേതാക്കന്മാർക്ക്, അണികളോ ഒരു ഗതിയില്ല. ചേലക്കര പോകുമ്പോൾ നമ്മൾ കണ്ടാൽ നമ്മൾ ഈ 1000 വീടിന്റെ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതെന്ന് നിങ്ങൾക്ക് ഭ്രാന്താണ് ചങ്ങാതിക്ക് തോന്നുന്നില്ല. അവിടെ വന്ന് നിങ്ങൾ കാണണം എന്ത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ്. ഒരു കുടിയില് 4 ഓടിട്ട ചെറിയ കുടിലും ഒരു അടുക്കളയും ഒരു റൂമോ മൺകട്ടോണ്ടുണ്ടാക്കുന്ന ചുമരുകൾ എല്ലാ നാട്ടിലും ഉൾപ്രദേശങ്ങളും ഉണ്ടാവും. അവരോട് വന്നിട്ട് പറയാണ് ഒരു ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പൊളിച്ചോ തറകെട്ടിക്ക പൈസ ആയിട്ടുണ്ട്. ഉള്ള വീട് ഇവര് പൊളിച്ചു. അപ്പൊ തറ കെട്ടാൻ പറഞ്ഞു. കിട്ടിയ പൈസയും കടവ് വാങ്ങിയിട്ട് തറയും കിട്ടി. 8 കൊല്ലട്ടോ ഒന്ന് മനസ്സിലാക്കണം. 1-2 കൊല്ലം ചിലരൊക്കെ ബന്ധുവിട്ട് താമസിച്ച് ചിലരൊക്കെ വാടകയ്ക്ക് പോയി. പിന്നെ എവിടെ വാടക കൊടുക്കാൻ പറ്റുക? അവസാനം ഈ പൊളിച്ചു കളഞ്ഞ വീടിന്റെ കഴുക്കോലും പട്ടികയെല്ലാം എടുത്തിട്ട് കുത്തിച്ചാരി ഫ്ലക്സ് കെട്ടി തറന്റെ മുകളിൽ ജീവിക്കും. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും? ലോകത്ത് കേരളത്തിലെ നേർക്കാഴ്ച നിങ്ങളൊക്കെ കണ്ടല്ലോ, വീഡിയോ ബാക്കിയൊക്കെ. ഉണ്ടായിരുന്ന വീട് പൊളിപ്പിച്ചവരോട് എന്നിട്ട് ഈ പറയുന്ന ടാർപ്പായും റക്സിനും സാരിയും മറച്ച് അവരെ ജയിക്കും. ഒരു പ്രശ്നമില്ല. അപ്പോ ഇതൊക്കെ ഈ നെക്സസിന്റെ ഭാഗം. ഞാൻ അവിടെ കാണുന്ന ആളുകളോടൊക്കെ ചിന്ത, ഇതിന് സമരം നടക്കില്ലേ? ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തില്ല. അവിടെയും പ്രതിപക്ഷമുണ്ട്. അല്ലെ, രാധേട്ടനെതിരാണ് സമരം ചെയ്യും. അതല്ല, രാധേട്ടനെതിരായി സമരം ചെയ്യില്ല. ഒരു മുദ്രാവാക്യം പോലും വിളിക്കൂല. അപ്പൊ ഒരു രാധേട്ടന്റെ മാത്രം വിഷയമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുണ്ട്. അപ്പൊ ഇതൊരു വലിയ വിഷയം. അത് നമ്മൾ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ രാഷ്ട്രീയമായി മുന്നോട്ട് പോകും. അപ്പോ വാർത്തകൾ കണ്ടും വിശകലനം കണ്ടിട്ടൊന്നും ആരും വിഷമിക്കാനും ബേജാറാകുന്നു. ഈ രാഷ്ട്രീയ ചിത്രം ഒരു 6 മാസം കൊണ്ട് 2025 ജൂൺ ആകുമ്പോഴേക്ക് നമ്മൾ ശക്തമായ അടിത്തറയുള്ള നല്ല സാമൂഹ്യ ബോധമുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 50 ആളെ കൂടുന്ന ആളുണ്ടല്ലോ. ഈ 50 ആളുകളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരെങ്കിലും വിളിച്ച് സെലക്റ്റഡ് ആയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മനോജ് ആലോചിച്ച് ഒരു കൂടിയാലോചിച്ച് വിളിച്ചതാണ്. ഇനി ഈ ചുമരുകൾക്ക് അപ്പുറം ലക്ഷക്കണക്കിന് ആളുകൾ വരാനുണ്ട്. അവര് ഇങ്ങനെ എന്താ പറയാ, റേഷൻ കാർഡ് ഇല്ലാത്തവരും വീടില്ലാത്തവരും ഇവര് കണ്ണുവെട്ടി പഠിപ്പിക്കുന്നതിന് റേഷൻ കാർഡ് വെട്ടുമെന്ന് പറഞ്ഞൊരു കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ലോണ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിപ്പിച്ച് അപ്പുറത്ത് നിർത്തിയ വിഭാഗം. അവരൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇത്
ആ ബാരിക്കേഡുകൾ പൊളിച്ച് പുറത്തു വരും. കേരളത്തിൽ നമ്മൾ എല്ലായിടത്തും താൽക്കാലിക കമ്മിറ്റികൾ എപ്പോഴും വെക്കും. ഇന്നിപ്പോൾ നമ്മൾ ഒരു ചെറിയ താൽക്കാലിക കമ്മിറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ താൽക്കാലികം തോന്നുന്നത്? നമ്മളെ കൂടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട, വളരെ ജെന്യുവനായിട്ടുള്ള ഒരുപാട് ആളുകൾ 14 ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരാനുണ്ട്. 10 വിരലിൽ എണ്ണിയാൽ തികയാത്ത XMLA നമ്മളെ കൂടെ. ഒരു കയ്യിൽ എണ്ണാൻ, വിരലുകൾ ഉപയോഗിച്ച് എണ്ണാൻ നിലവിലുള്ള MLA നമ്മളെ കൂടെ ഉണ്ട്. ഇതൊക്കെ എല്ലാവരും ഇപ്പൊ കാണാൻ പറയട്ടാ. ഇതൊക്കെ 1-2 മാസം കൊണ്ട് നമ്മൾ ഉയർത്തിയ ഈ വിഷയത്തോട് നമ്മളോടൊപ്പം എന്ത് റിസ്ക് എടുത്തു നിൽക്കാൻ തയ്യാറുള്ളവരായിട്ട് സാമൂഹ്യ ബോധമുള്ള ഈ നെക്സസിന് ഇരയായിട്ടുള്ള ഈ നാട്ടിലൊരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ലീഡേഴ്സും അവരോടൊപ്പം 10,000-കണക്കിന് പ്രവർത്തകരും ഈ സംഘടനയിലേക്ക് കയറി വരുന്ന ദൂരം അതിവിദൂരമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ താൽക്കാലിക കമ്മിറ്റികൾ ഉണ്ടാക്കി പോകുന്നത്. മാർച്ചോട് കൂടിയിട്ട്, ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മളൊരു പെർമനന്റ് കമ്മിറ്റിയുടെ സ്ട്രക്ചറിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ എത്തിയ എൻ്റെ എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആഞ്ഞു പ്രവർത്തിക്കുക, ആളുകളോട് ഈ കാര്യങ്ങൾ കൺവേ ചെയ്യുക. വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ ബോധവൽക്കരണം താഴേക്കിടയിൽ നിങ്ങൾ നടത്തി നമുക്കത് മുന്നോട്ട് പോകാം. വരാനിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതിനിർണായക ശക്തിയായി ഒരു പഞ്ചായത്തിൽ 10 വോട്ട് മതി. അറിയുമോ? 10 വോട്ടുണ്ടെങ്കിൽ അവിടെ ഒരുത്തനെ തോൽപ്പിക്കാൻ, ഒരുത്തനെ ജയിപ്പിക്കാൻ. ആ സ്ഥാനത്ത് ഇന്ന് നമുക്കൊരു ബൂത്തിൽ 22 വോട്ടുണ്ട് അല്ലേ? 3920 ഹരിക്കണം 177 സമം 22 വോട്ട് ഒരു ബൂത്തിലാണ്. അപ്പം അതിൽ 10 ഇരട്ടിയായി ഉയരുമെന്ന കാര്യങ്ങൾ തർക്കം വരുന്നുണ്ട്. ഇത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും നമ്മൾ പുതിയ ആളുകൾ വരട്ടെ, പുതിയ ചെറുപ്പക്കാരെ വരട്ടെ. ആ ആളുകൾക്ക് മുഴുവൻ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് സ്വന്തമായി വ്യക്തിത്വം, സ്വന്തമായി അഭിപ്രായവുമുള്ള പുതിയ ഒരു ജനറേഷൻ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിൽ ചെറുപ്പക്കാരുണ്ടാവും, ഇടപ്രായക്കാരുണ്ടാവും, തൊഴിലാളികളുണ്ടാവും, ചുമട്ട് തൊഴിലാളികളുണ്ടാവും, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ടാവും, ടാക്സി ഓടിക്കുന്നവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 30 വയസ്സിന് അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് ഉള്ള ആളുകളിൽ ആരാ 10ാം ക്ലാസ് പാസ്സാവാത്ത ഏത് തൊഴിലാളികളാണ്? അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കടന്ന MLA-മാർ 5ാം ക്ലാസ് ആയിരിക്കും. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി ഡിഗ്രി പാസ്സായാലും PG കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ നാടിന്റെ വ്യത്യാസം. ആ വിദ്യാഭ്യാസം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക്, രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇനി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നേർക്കുന്നേരെ മനുഷ്യനുമായി സംസാരിക്കുന്നു. ഇക്കാലം വരെ ഇവരൊക്കെ ആർക്കൊക്കെയോ ബോംബി വോട്ട് ചെയ്തു. ഇനി അവനവന് വേണ്ടിയിട്ടും ഈ നാടിന് വേണ്ടിയിട്ടും ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ ചിന്തയും ആ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടും വരുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ ഈ സംവിധാനത്തെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാനിനി വിശദീകരിക്കുന്നില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 2-3 ദേശീയ കക്ഷികൾ നമ്മളുമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം അതിശക്തമായി നമ്മളുമായിട്ടൊന്ന് ഡിസ്കസ് ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ പറയുന്ന ജനുവരി 30-ാം കൂടിയിട്ട് നമ്മുടെ എന്താ പറയുക, കൃത്യമായ പൊളിറ്റിക്കൽ ചിത്രവും ജൂണോട് കൂടിയിട്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമങ്ങളിൽ ബൂത്തുകളടക്കം കമ്മിറ്റികളുള്ള അതിശക്തമായ ജനകീയ സംഘടനയായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ എല്ലാ റിസ്കുകളും എടുത്തു മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ബോധ്യം മാത്രം മുൻനിർത്തി ഈ നാടിൻ്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാട്സാപ്പിലൂടെയും അല്ലാതെയും ഒക്കെ പിന്തുണ നൽകിയിട്ടുള്ളവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളോടെല്ലാവരോടും ഹൃദയപൂർവ്വം DMK-യുടെയും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും എനിക്കുള്ള നന്ദിയും സ്നേഹവും നിങ്ങളോടുള്ള ബഹുമാനവും ആദരവും
അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.